നമസ്കാരം കൂട്ടുകാരെ. സ്നേഹസ്പർശത്തിലെ താളം തെറ്റിയ വീട് എന്ന അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. അങ്ങനെ 2000 സെപ്റ്റംബർ 20 ആശുപത്രി ജീവിതം മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. പോരും മുമ്പ് റീത്തയുടെ സ്റ്റൗവും മറ്റും ഗോപനെ ഏൽപ്പിച്ചു. ലിഫ്റ്റിൽ താഴെ ഇറങ്ങി. സാധനങ്ങൾ കാറിൽ വയ്ക്കാൻ അപ്പോൾ എത്തിയ അയൽവാസി വിജയൻ സാറും സഹായിച്ചു. കാറിന്റെ പിൻസീറ്റിൽ കുഞ്ഞമ്മയുടെയും ശ്രീയേട്ടന്റെയും നടുവിലിരുന്നു. പോത്തൻകോട് വഴിയായിരുന്നു മടക്കയാത്ര. ഗട്ടറുകൾ വേദനിപ്പിച്ചു. വീട്ടിലെത്തിയപ്പോൾ കമലാക്ഷി അമ്മയും മോനും ഓടി വന്നു. വീടാകെ വലയും പൊടിയും പിടിച്ച് വികൃതമായിരുന്നു. കുഞ്ഞമ്മ കിടപ്പുമുറി വൃത്തിയാക്കി. ഷീറ്റുകളും തലയണ ഉറകളും മാറ്റി. ഓടി നടന്ന് ജോലി ചെയ്യുന്ന വീട്ടിൽ ഇനി എത്രനാൾ ഈ കിടക്കയിൽ കിടക്കണം? ഉണ്ണി അനിയൻ വസന്ത ചേച്ചിയെയും കൂട്ടി 21 രാവിലെ തന്നെ എത്തി. അമ്മ വന്നപ്പോൾ കുഞ്ഞമ്മ പോയി. ആദ്യമായി കുഞ്ഞമ്മയാണ് കുളിപ്പിച്ചതും തലതോർത്തിയതും ഒക്കെ. ഒരു ദിവസം ശ്രീയേട്ടൻ കുളിപ്പിച്ചു. പിന്നെ അമ്മ കുളിക്കാൻ സഹായിക്കും. വസന്ത ചേച്ചി തലതോർത്തും. വയറിൽ ഉറപ്പിച്ചിരുന്ന ബെൽറ്റ് കുളിക്കുന്ന നേരം മാത്രം ഊരും. അത് ശ്രീയേട്ടൻ സ്കൂളിൽ നിന്നും വന്ന ശേഷം വീണ്ടും ഉറപ്പിക്കുന്നത്. നല്ല ബലം പ്രയോഗിക്കണം. വൈകുന്നേരം വരാത്ത ദിവസങ്ങളിൽ മാക്സിക്ക് മീതെ വസന്ത ചേച്ചിയെ കൊണ്ട് ഇടിയിക്കും. ഇടത് നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചിരിക്കും പോലെ തോന്നും. തുമ്മൽ കൂടപ്പുറപ്പ് പോലെ ഉണ്ടല്ലോ. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വയർ വല്ലാതെ വേദനിച്ചു. മാറിലെ വേദനയേക്കാൾ വയറിലെ വേദനയായിരുന്നു അസഹ്യം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വേദനയാണ്. 10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുള്ളവരെല്ലാം കൂട്ടുകാരാക്കുന്ന സ്വഭാവമായതുകൊണ്ട് സന്ദർശകരൊഴിഞ്ഞ ദിനങ്ങൾ കുറവായിരുന്നു. ശ്രീയേട്ടന് മുമ്പ് ജോലി ചെയ്ത സ്കൂളിലെ അധ്യാപകർ, ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്കൂളിലെ അധ്യാപകർ, DPEP ക്ലസ്റ്ററുകളും കോഴ്സുകളും പരിചയപ്പെട്ടവരൊക്കെ ഒന്നിലധികം പ്രാവശ്യം വന്നു. വരുന്നവർ എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഞാൻ അവരെ സമാധാനിപ്പിക്കുകയായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരയുന്ന ജയന്തിക്ക് ഈ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും അത്ഭുതം. ആശുപത്രിയിലെ അനുഭവങ്ങളും സ്നേഹവും ദയുള്ള ഡോക്ടർമാരും എന്നിൽ വരുത്തിയ മാറ്റം വലുതായിരുന്നു. ശാരീരിക വേദനയേക്കാൾ മാനസിക വേദന അനുഭവിച്ച ദിനങ്ങൾ കുറവല്ലായിരുന്നു. വീട്ടിലെ ചിട്ടകൾ ഞാൻ കിടപ്പിലായതോടെ താളം തെറ്റി. അമ്മയുടെ സംസാരവും പ്രവൃത്തികളും ശ്രീയേട്ടനും മോനും പിടിക്കില്ല. അവരുടേത് അമ്മയ്ക്കും. മോൻ കിട്ടിയ അവസരം നല്ലപോലെ മുതലെടുത്തു. അമ്മ പറഞ്ഞാൽ അനുസരിക്കില്ല. വസന്ത ചേച്ചിയെയും അമ്മയെയും ഭരിക്കും. അമ്മ ശ്രീയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ എനിക്കിഷ്ടമാകില്ല. അമ്മയോട് ഞാൻ പരിഭവിക്കും. അമ്മ കരച്ചിലും പയ്യാരം പറിച്ചിലും തുടങ്ങും. ശ്രീയേട്ടൻ അമ്മയെ കുറ്റപ്പെടുത്തിയാലും എനിക്കിഷ്ടപ്പെടില്ല. പക്ഷെ തിരിച്ചൊന്നും പറയാൻ ഒക്കില്ലല്ലോ. എത്ര ഭയങ്കരമായ ദിവസങ്ങളായിരുന്നു അത്. ഒരു ദിവസം സങ്കടം സഹിക്കാതെ പറഞ്ഞു, എൻ്റെ ശരീരവും മനസ്സും തളർന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്ക് താങ്ങാനാവില്ല. ശ്രീയേട്ടനും സങ്കടം വന്നു. ഞാൻ എൻ്റെ വിഷമം ആരോടാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കരഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ശ്രീയേട്ടനെ അന്ന് കരയിച്ചത്. ആദ്യത്തേത് 13 വർഷങ്ങൾക്ക് മുമ്പാണ്. ശ്രീയേട്ടൻ രാത്രി വരാൻ പതിവിലും വൈകിയാൽ ടെൻഷൻ തുടങ്ങുകയായി. വീട്ടിൽ മറ്റെല്ലാവരും ഉറക്കമാവും. ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം പോലും പേടിപ്പെടുത്തും. കരച്ചിൽ തുടങ്ങും. എന്തെങ്കിലും ആപത്ത് വന്നു കാണുമോ എന്നാണ് പേടി. അന്ന് 12 മണിയാകാറായി കാണും വന്നപ്പോൾ. കരഞ്ഞരഞ്ഞ് മുഖം വീങ്ങിയും കണ്ണ് കലങ്ങിയും ഇരുന്നു. കതക് മുട്ടിയപ്പോൾ കതക് തുറന്നു കൊടുത്തിട്ട് കരച്ചിൽ തുടർന്നു. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞില്ല. ഉച്ചത്തിൽ കുറെ വഴക്ക് പറഞ്ഞു. അവസാനം ശ്രീയേട്ടനും കരച്ചിൽ വന്നു. വരാൻ താമസിച്ചതിനു കാരണം നീ ചോദിച്ചോ? ഞാൻ ഇതുവരെ പാവപ്പെട്ട ഒരു രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ആളുകളോട് കാശ് തെണ്ടുകയായിരുന്നു. പിന്നെ എൻ്റെ ശ്രമം ശ്രീയേട്ടനെ സമാധാനിപ്പിക്കാനായിരുന്നു. ഇനി ഒരിക്കലും ഞാനിങ്ങനെ കാണിക്കില്ല എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇതുവരെ എത്ര താമസിച്ചാലും മുഖം വീർപ്പിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലും തക്കതായ കാരണം കാണുമെന്നറിയാം. എങ്കിലും വരാൻ വൈകിയാൽ ഉള്ളിൽ തീയാണ്. 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശ്രീയേട്ടനെ സങ്കടപ്പെടുത്തി കരയിച്ചു. എൻ്റെ വേദനയും സങ്കടവുമൊക്കെ മറന്ന് ശ്രീയേട്ടനെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ശ്രീയേട്ടൻ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മ പാത്തോളജിയിൽ പോയി റിസൾട്ട് വാങ്ങി. നെഗറ്റീവാണ്. എല്ലാവർക്കും സന്തോഷമായി. 3 മാസത്തെ വിശ്രമത്തിന് ശേഷം സ്കൂളിൽ പോകാമല്ലോ. ഞാൻ കണക്ക് കൂട്ടി. പക്ഷെ കൂടുതൽ ദുരിതങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1 മാസത്തിന് ശേഷം OPയിൽ ചെന്ന് സാറിനെ കണ്ടു. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു. പുതിയ കുറെ കുട്ടികളായിരുന്നു സാറിന്റെ കൂടെ. വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല. ഇവിടെ തിരക്കിലൊന്നും വിശദമായി സംസാരിക്കാൻ പറ്റില്ല. വീട്ടിൽ ഒരു ദിവസം വരണം സാർ പറഞ്ഞു. ഇന്ന് തന്നെ RCCയിൽ പോകണം. അവിടേക്ക് റെഫർ ചെയ്തു. പോകും മുമ്പ് പ്ലാസ്റ്റിക് സർജറി OPയിൽ കൂടി കയറാൻ പറഞ്ഞു. രാധാകൃഷ്ണൻ സാറിനോട് വിവരങ്ങൾ പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി OPയിലെത്തി. ബിനോയ് സാറും നന്ദകുമാർ സാറും ശ്രീകുമാർ സാറും ലിസിയും ഒക്കെ ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ OP ടിക്കറ്റിൽ കുറിച്ചു തന്നു. നന്ദി.